ഇന്ന് ഗോതമ്പ് കൊണ്ട് 4 മണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി പൊടിയാണ് തയ്യാറാക്കാനായി പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നല്ലപോലെ കഴുകി ഉണക്കി വെച്ച ഗോതമ്പാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കാം. ഗോതമ്പില്ലെങ്കിൽ അരി ചേർത്താലും മതി. ഗോതമ്പാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ലൊരു 4 മണി പലഹാരമാണ്. ഇതൊന്ന് വറവായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടി എല്ലാം പുറത്തേക്ക് പോകും. ഇത് നമുക്കിനി ആയോ നോക്കാം. ഇതൊന്ന് എടുത്തിട്ട് ഇതൊന്ന് വായിലിട്ടൊന്ന് കടിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത കടലയാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഗോതമ്പ് വറുത്തെടുത്തില്ല, അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. നല്ലപോലെ ചൂടാറണ്ട. എന്നിട്ട് ഇത് നമുക്ക് കുറേശ്ശെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നമുക്കിനി ചൂടാറി വന്നിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കണം. എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്താൽ നല്ല രുചി കിട്ടും. അതിനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒരു മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് കറക്കി എടുത്തതാണ് കേട്ടോ. അത് നല്ലപോലെ ഇതിൽ കുഴച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ കുഴച്ച് ചേർത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി പലഹാരം കേട്ടോ അത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ട് നല്ലൊരു ഹെൽത്തിയും കൂടിയാണിത്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.